എറണാകുളം പറവൂർ ചേന്ദമംഗലം പഞ്ചായത്തിലെ ചരിത്രപ്രസിദ്ധമായ കോട്ടയിൽ കോവിലകം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ശിവരാത്രി ദിനമായ ഇന്നു മുതൽ നിത്യബലി തർപ്പണം ആരംഭിക്കുന്നു. പാരിയം ദേവസ്വത്തിന് കീഴിലുള്ളതും ഗോവിന്ദപുരത്തപ്പൻ എന്ന പേരിൽ അറിയപ്പെടുന്നതുമായ ഈ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ പുതിയ തീരുമാനം. സ്വാമി ഗുരുദാസാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് നിന്നുള്ള ആചാര്യന്മാരാണ് ബലിതർപ്പണത്തിന് കാർമ്മികത്വം നൽകുക. ഇടമലയാർ, പെരിയാർ, ചാലക്കുടിയാർ എന്നിവയുടെ സംഗമസ്ഥാനത്താണ് ബലിതർപ്പണം. വില്ലുവാർവട്ടൻ രാജാവിന്റെ ആസ്ഥാനമായിരുന്ന കോട്ടക്കകത്തെ കോവിലകമാണ് കോട്ടയിൽ കോവിലകമായി മാറിയത്. ഏകദേശം 250 വർഷത്തോളം അവഗണനയിലായിരുന്ന ക്ഷേത്രത്തിന്റെ ഐശ്വര്യം വീണ്ടെടുക്കുന്നതിനായുള്ള തീവ്ര ശ്രമത്തിലാണ് ക്ഷേത്രഭരണസമിതിയും ഭക്തജനങ്ങളും. ആചാര്യന്മാരുടെയും ഗുരുക്കന്മാരുടെയും നിർദ്ദേശപ്രകാരം ക്ഷേത്രത്തെ തമോ അന്തരീക്ഷത്തിൽ നിന്നും മുക്തമാക്കുന്നതിനും ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിനുമായി കഴിഞ്ഞ കുറെ കാലമായി പ്രത്യേക വഴിപാടുകളടക്കം ഇവിടെ നടന്നു വരുന്നുണ്ട്. കൂടാതെ എല്ലാ മാസവും കർത്തവാവിന്റെ പിറ്റേ ദിവസം സമ്പൂർണ്ണ രാമായണ പാരായണവും ഇവിടെ നടത്തുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ശിവരാത്രി നാൾ മുതൽ നിത്യബലിതർപ്പണം ആരംഭിക്കുന്നത്. സ്വാമി ഗുരുദാസാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് നിന്നുള്ള ആചാര്യന്മാരാണ് ബലിതർപ്പണത്തിന് കാർമ്മികത്വം നൽകുന്നത്. ഇടമലയാർ, പെരിയാർ, ചാലക്കുടിയാർ എന്നിവയുടെ സംഗമസ്ഥാനം ബലിതർപ്പണത്തിന് വേദിയാകും. ഈ ക്ഷേത്രത്തിൽ ആദ്യമായിട്ട് നമ്മൾ ബലിതർപ്പണങ്ങൾ തുടങ്ങിയാണ്. അപ്പോൾ ഇനി മുതൽ ആർക്കും മരണാനന്തര ക്രിയകൾക്ക് വേണ്ടിയിട്ട് ദശഗാത്രമോ സബണ്ടിയോ അതുപോലെ തന്നെ അസ്ഥിയായിട്ട് വരികയാണെങ്കിൽ പുഴക്കടയിൽ വരികയാണെങ്കിൽ അവർക്ക് സഞ്ചയനം മുതലാദ്യം എല്ലാ ചടങ്ങുകളും വളരെ ലളിതമായ രീതിയിൽ ചെയ്തു കൊടുക്കുക എന്നുള്ള ഉദ്ദേശം. അതായത് നമ്മുടെ ഭാരത സംസ്കാരം, സനാതന ധർമ്മ, ഹിന്ദു ധർമ്മത്തിന് ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികം ഇല്ലായ്മ കൊണ്ട് മാറി നിൽക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് നമ്മളെ സമീപിച്ചാൽ അവർക്ക് അതിനുള്ള ചടങ്ങുകൾ ചെയ്തു കൊടുക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് ത്രിവേണി എന്നുള്ള സങ്കല്പത്തിൽ 3 നദികൾ പെരിയാർ, ഇടമലയാറും ചേർന്ന് പൂവത്താൻ കെട്ടിൽ ചേർന്ന് ഒഴുകി ഇവിടെ വരുമ്പോൾ ഈ പറവൂർ വരുമ്പോൾ ചാലക്കുടിയാറും കൂടി ചേരുമ്പോൾ 3 ആറുകൾ ചേരുമ്പോൾ ത്രിവേണിയായി. അപ്പോൾ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വര സങ്കല്പം ഇവിടെ തന്നെയുണ്ട്. അതുകൂടാതെ ഗംഗ, യമുന, സരസ്വതി എന്നുള്ള സങ്കല്പവും ഇവിടെ വന്നു ചേരുന്നു. ഏപ്രിൽ മാസത്തിൽ ഇവിടെ നടക്കുന്ന നവചണ്ഡിക മഹായാഗത്തോടെ ഗംഗാ ആരതിക്ക് സമാനമായി ത്രിവേണി ആരതിയും നടക്കും. ഭക്തജനങ്ങളുടെ സഹകരണത്തോടെ ക്ഷേത്രത്തിന്റെ പഴയകാല പ്രതാപം വീണ്ടെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമായി മുന്നോട്ടു പോവുകയാണെന്നും ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. അമൃത ന്യൂസ്, കൊച്ചി.